ഇതിൽ 17th ക്വസ്റ്റ്യൻ നോക്കുക. 17th ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഫ്രാക്ഷണൽ വാല്യൂ തന്നിട്ടുണ്ട്. ഡെസിമൽ നമ്പറാണ് അല്ലേ. ഡെസിമൽ നമ്പറിൽ നിന്ന് നമ്മളോട് ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പറിൽ നിന്ന് ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഡെസിമലിൽ നിന്ന് ബൈനറിയിലാക്കുക. ബൈനറിയിൽ നിന്ന് ഒക്ടലാക്കിയാൽ മതി. എങ്ങനെ ബൈനറിയിൽ നിന്ന് ഒക്ടലാക്കാം? ഒരു 3 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്താൽ മതി അല്ലേ. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ഒരു ഫ്രാക്ഷണൽ പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്കുള്ള വാല്യൂ തന്നിട്ടുള്ളത്. എന്താണ് തന്നിട്ടുള്ളത്? 0.345. ഓക്കെ, ഈ 345നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയാണ്? ഓക്കെ, അത് നമുക്കറിയാം. ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 2 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇത്തരം ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുക. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് ചെയ്യുന്നത് നോക്കിയാൽ 0.345 × 2. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് 0.345 × 2 0.69 അല്ലേ. 0.69 ആണ് ആൻസർ. അപ്പോൾ 0.69. ഓക്കെ, ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവില്ല, 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അല്ലാത്തത് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? 0.69 × 2 ചെയ്യണം അല്ലേ. അങ്ങനെയല്ലേ നമുക്കിതിൻ്റെ ഫ്രാക്ഷണൽ പോയിൻറ്റിൻ്റെ ഡെസിമൽ കാണുന്ന 0.69 × 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.6838 കിട്ടും അല്ലേ. നെക്സ്റ്റ് എന്താ? 0.38 × 2 ചെയ്ത് കഴിഞ്ഞാൽ 0.76 കിട്ടും. നെക്സ്റ്റ് ഈ 76 × 0.76 × 2 ചെയ്ത് കഴിഞ്ഞാൽ 1.52 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0. ഇതിൻ്റെ ബൈനറി വാല്യൂ 1 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 ഇത്ര വരെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം? ഫസ്റ്റ് 3 ബിറ്റിനെ ഗ്രൂപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിവിടെ എന്താണ്? 0.345. ഇതിനെ ഇങ്ങനെ ഒരുപാട് ഡിജിറ്റ്സ് കാണും. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പ് ചെയ്യും. 3 ബിറ്റ് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് അല്ലേ. അപ്പോൾ ഇനീഷ്യലി 2 ഉള്ള വാല്യൂസ് ഏതൊക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എ 0.1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഈ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 0.26. ഓക്കെ, ഇത് ആവാൻ സാധ്യത ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ സി 0.19. ഇതുമല്ല, കാരണം ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ 2 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 0.24. ഇതും ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഒരു 3 ഡിജിറ്റ്സ് കൂടി നമുക്ക് കിട്ടേണ്ടതാണ് അല്ലേ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് വാല്യൂ 0.76. ഇതൊക്കെ 0.76 × 2 ചെയ്ത് കഴിഞ്ഞാൽ 1.52 കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാല്യൂ 1. ഓക്കെ, 1 കിട്ടി. നെക്സ്റ്റ് 0.56 × 2 ചെയ്ത് കഴിഞ്ഞാൽ 1.04 അല്ലേ. 1.04. ഓക്കെ, നെക്സ്റ്റ് 0.4 × 2 ചെയ്ത് കഴിഞ്ഞാൽ 0. സംതിങ് എന്തോ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 3 ബിറ്റ് ഇതാക്കിയാൽ എന്താ? 6 വരും അതിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ 26 സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ ഓപ്ഷൻ നോക്കാം. 26 സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇത് ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഇൻ ദി സെൻസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ഒരു അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ കാൽക്കുലേറ്റർ ഇല്ലാത്ത എക്സാമിന് ഇത്ര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു വാല്യൂ തന്നിട്ട് അതിൻ്റെ ഒക്ടൽ കാണാൻ തരും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തറിയണം? ഈ ഒരു മെത്തേഡ് അറിയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യാറ് കേട്ടോ.